എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തരാൻ മറക്കല്ലേ. കഥയിലേക്ക് പോവാം. ഇതിൽ പുതിയതെന്ന് പറയാൻ തക്കവണ്ണം ഒന്നുമില്ല. ആരോടൊന്നില്ലാതെയാണ് അയാളത് പറഞ്ഞത്. എല്ലാ പുസ്തകത്തിലും പറയുന്നത് തന്നെ ഇതിലും സ്വന്തം നിയോഗം കണ്ടെത്താനുള്ള മനുഷ്യൻ്റെ കഴിവുകേട്. എന്നിട്ടോ ഈ പ്രപഞ്ചം വളരെ വലിയൊരു മിഥ്യയാണെന്നുള്ള സിദ്ധാന്തവും. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയൊരു മിഥ്യ എന്താണ്? ആചാര്യബാധിതനായി അവൻ ചോദിച്ചു. ജീവിതയാത്രയിൽ ഏതോ ഒരു വഴിത്തിരിവിൽ മനുഷ്യന് അവനവൻ്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു. പിന്നെയൊക്കെ വിധിയുടെ കൈപ്പിടിയിൽ. ഇതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മിഥ്യ. അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. എന്നെ ഒരു പാതിരിയാക്കാനാണ് എൻ്റെ മാതാപിതാക്കൾ ശ്രമിച്ചത്. പക്ഷേ ഒരാട്ടിനെ ഞാൻ തീരുമാനിച്ചു. നന്നായി. അല്ലെങ്കിലും ഊരു ചുറ്റാനാണല്ലോ നിനക്ക് താല്പര്യം. വയസ്സിൻ്റെ വാക്കുകൾ. അവന് വല്ലാതെ അതിശയം തോന്നി. തൻ്റെ മനസ്സിലുള്ളത് അയാൾ അതങ്ങനെ അറിഞ്ഞു. അവൻ സ്വയം പറഞ്ഞു. അപ്പോഴും വൃദ്ധൻ ആ പുസ്തകത്തിൻ്റെ താളുകൾ മറച്ചു നോക്കുകയായിരുന്നു. അതൊരിക്കലും തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്ന അയാളുടെ വളരെ വിചിത്രമായ വസ്ത്രധാരണവും അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ ഒരു അറേബ്യയെ പോലെയിരുന്നു. ആ ഭാഗങ്ങളിൽ സാധാരണമല്ല. ടെറിഫയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് ഏതാനും മണിക്കൂർ നേരത്തെ യാത്ര മതി. ഇടുങ്ങിയ കടലിടുക്ക് ബോട്ട് വഴി താണ്ടുകയേ വേണ്ടൂ. ഷോപ്പിംഗ് നടത്തിക്കൊണ്ടും അവരുടെ പ്രത്യേക പ്രാർത്ഥനകൾ പലരുവെ ചൊല്ലിക്കൊണ്ടും അറബികളെ നഗരത്തിൻ്റെ പല ഭാഗത്തും കാണാമായിരുന്നു. നിങ്ങൾ എവിടെ നിന്നാണ്? അവൻ അന്വേഷിച്ചു. പലയിടത്തും എന്നും പറയാം, വൃദ്ധൻ മറുപടി പറഞ്ഞു. ബാലൻ പറഞ്ഞു. ഞാനൊരാട്ടിടയനാണ്. പലയിടത്തും ഞാൻ പോയിട്ടുമുണ്ട്. പക്ഷേ ഞാൻ വന്നത് ഒരേ ഒരിടത്തു നിന്ന് മാത്രമാണ്. ഒരു പൗരാണിക കൊട്ടാരത്തിനടുത്തുള്ള ഒരു നഗരത്തിൽ നിന്ന്. ഞാൻ ജനിച്ചത് അവിടെയാണ്. ഓ, അങ്ങനെയാണെങ്കിൽ പറയാം. ഞാൻ ജനിച്ചത് സെലേമിലാണ്. സലേം എവിടെയാണെന്ന് അവന് രൂപമില്ലായിരുന്നു. എന്നാലും ചോദിക്കാൻ മുതിർന്നില്ല. തനിക്ക് ഇത്രയും കൂടി വിവരമില്ലേ എന്ന് അയാൾ തോന്നിയാലോ? അവനപ്പുറത്തെ കാവലൊരു നോട്ടം തിരിച്ചു. ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിടുക്കത്തിൽ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരേ ഒരു തിരക്ക്. സലേം അലി. സ്ഥലമെങ്ങനെ? കൊള്ളാമോ? വയസ്സിനെക്കുറിച്ച് ഉള്ളിലുടുത്തിയ ജിജ്ഞാസ അധിക നേരം അടക്കി നിർത്താൻ അവനായില്ല. ഓ, അതെന്നത്തേക്കുമൊക്കെ പോലെ തന്നെ. ഒരൊഴുക്കൻ മട്ടിൽ അയാൾ മറുപടി പറഞ്ഞു. പക്ഷേ അതവനെ തൃപ്തനാക്കിയില്ല. എവിടെയാണ് ഈ സാലി? ഇങ്ങനൊരു പേര് ഇതുവരെ താൻ കേട്ടിട്ടില്ലല്ലോ. അണ്ടയൂളിസിലേക്കാൻ തരമില്ല. എങ്കിൽ താൻ അറിയാതിരിക്കുമോ? അവിടെ എന്തെടുക്കുന്നു? ഞാനോ? സലേമിൽ എന്തെടുക്കുന്നുവെന്നോ? നല്ല കഥ. ഞാൻ അവിടുത്തെ രാജാവാണ്. ഇത് നല്ല ഭ്രാന്ത്. അങ്ങനെ അവൻ മനസ്സിൽ പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ ചിലരൊക്കെ അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ പറയും. കേൾക്കുന്നവർക്ക് പിന്നെ ആശയക്കുഴപ്പം. ഇതിലും ഭേദം ആടുകളുടെ കൂട്ടമാണ്. ഒന്നും മിണ്ടാതെ നടന്നുകൊള്ളുമല്ലോ. അല്ലെങ്കിൽ പിന്നെ പുസ്തകങ്ങളാവാം. പറ്റിയ ചങ്ങാതിമാർ. പറയുന്ന കഥകൾ വിചിത്രങ്ങളാകാം. പക്ഷേ കേട്ടേ കഴിയുമെന്ന ഗതികേടല്ലേ? വേണ്ടെന്ന് തോന്നിക്കാൻ പുസ്തകം അടച്ചു മാറ്റിവെക്കുകയല്ലേ വേണ്ടൂ. തൻ്റെ പേര് മെൽഷിഡെക് എന്നാണ്. ആട്ടെ, നിനക്ക് സ്വന്തമായി മൊത്തം എത്ര ആടുകളുണ്ട്? വേണ്ടത്രയുണ്ട്. ഒട്ടും കനമില്ലാത്ത മറുപടിയാണ്. ഇയാളതെങ്ങനെ പരീക്ഷിക്കുകയാണോ? ഓ, അങ്ങനെയാണോ? നിനക്ക് ആവശ്യത്തിനുള്ള ആടുകളുണ്ടായെന്ന് തോന്നിയാൽ പിന്നെ നിന്നെ സഹായിക്കുവാൻ എനിക്ക് ഉണ്ടാവില്ലല്ലോ. അവന് ദേഷ്യം വന്നു. ഇയാളോട് താൻ സഹായമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. മറിച്ച് ഇയാൾ തന്നെയല്ലേ ദാഹമുണ്ടെന്ന് പറഞ്ഞ് തൻ്റെ കയ്യിൽ നിന്ന് വീഞ്ഞു വാങ്ങി കുഴിച്ചത്. വർത്തമാനം തുടങ്ങിയതും ഇയാൾ തന്നെ. ആ പുസ്തകം തന്നേക്കൂ, എനിക്ക് പോകാറായി. അവൻ തൻ്റെ നീരസം മാറ്റിവെച്ചില്ല. അവിടെ ചെന്ന ആടുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടണം. അവൻ എഴുന്നേറ്റു. നിന്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് 10-1 ഭാഗം എനിക്ക് തരുമോ? വൃദ്ധൻ ചോദിച്ചു. എന്നാൽ നീ അന്വേഷിക്കുന്ന ആ നിധി എവിടെയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. പെട്ടെന്ന് അവനാ തൻ്റെ സ്വപ്നം ഓർമ്മ വന്നു. അതോടെ കാര്യത്തിൻ്റെ കിടപ്പും മനസ്സിലായി. സ്വപ്നത്തിൽ ഫലമറിയാൻ താൻ ചെന്നുകണ്ട കിടപ്പും മനസ്സിലായി. ഈജിപ്തിലോടുള്ള ഭർത്താവായിരിക്കണം ഈ കിളവൻ. രണ്ടുപേരും ചേർന്നുള്ള ഒരു ഒത്തുകളി. തന്നെ പറ്റിക്കാൻ ഭാര്യ പ്രതിഫലമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് തന്നെ വെറുതെ വിട്ടു. ഇപ്പോൾ ഭർത്താവിനെ പിന്നാലെ പറഞ്ഞു വിട്ടിരിക്കുന്നു. മുതലും പലിശയും കൂടി ഈടാക്കാനുള്ള ഭാവം.
ആട്ടിൻകുറ്റത്തിൻ്റെ 10-1 പോലും. എന്താ മോഹം. പക്ഷേ അവനങ്ങനൊന്നും പറയാൻ ഇടയിട്ടില്ല. അതിനു മുമ്പേ താഴെ കിടക്കുന്ന ഒരു കോലെടുത്ത് അയാൾ മണലിലെന്തോ എഴുതാൻ തുടങ്ങി. മുമ്പോട്ടത്തെ അയാളുടെ നെഞ്ചിൽ നിന്ന് കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം. എന്തെന്നൊന്നും വ്യക്തമായില്ല. വല്ലാത്ത വെളിച്ചത്തിലൊരു നിമിഷം കണ്ണു കാണാതായി. അതിനിടയിൽ തൻ്റെ കുപ്പായം 2 കൈകൊണ്ടും കൂട്ടിപ്പിടിച്ചൊരു ചെറുപ്പക്കാരൻ ചടുലതയോടെ അയാൾ അത് മൂടിക്കളഞ്ഞു. മെല്ലെ കണ്ണു തുറന്നവൻ നോക്കി. താഴെ മണലിൽ അയാൾ കുറിച്ചിട്ടിരിക്കുന്ന വാക്കുകൾ ഇപ്പോൾ വ്യക്തമായി വായിക്കും. ഇതെന്തത്ഭുതം! ഇവിടെ അപരിചിതനായൊരു ചെറിയ പട്ടണത്തിലെ ചന്തത്തെരുവിൽ മണലിൽ അയാൾ എഴുതിയിട്ടിരിക്കുന്നു അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുകൾ, അവൻ പഠിച്ചിരുന്ന സെമിനാരിയുടെ പേര്, അവൻ്റെ ഹൃദയം കടന്ന സുന്ദരിയുടെ പേര്, പിന്നെയും ഒരുപാട് കാര്യങ്ങൾ. ആരോടും അവൻ ഇതും പറയാതെ കാര്യങ്ങൾ. താൻ സലേമിൻ്റെ രാജാവാണ്. ആ വൃദ്ധൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു രാജാവ് എന്നെപ്പോലെ വെറും ഒരു ആട്ടിടയനോട് സംസാരിക്കുമോ? അവൻ്റെ വാക്കുകളിൽ ആദരവ് സങ്കോചം. അതിന് കാരണം പലതുണ്ട്. ഏറ്റവും പ്രധാനമായത് നീ സ്വയം ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നത് തന്നെ. സ്വന്തം ജീവിതത്തിൻ്റെ ലക്ഷ്യമോ? എന്താണത്? അവൻ്റെ സ്വരത്തിൽ എന്തോ പിടികിട്ടായ്മ. ഉള്ളിലുണ്ടിൽ മോഹിച്ചത് എന്താ? അത് കുഞ്ഞായിരിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു വ്യക്തമായിരിക്കും. വലുതായി തുടങ്ങുമ്പോഴാണ് കുട്ടിക്കാലത്തെ തെളിച്ചമറന്ന സ്വപ്നങ്ങളും ആശയങ്ങളും മങ്ങാൻ തുടങ്ങുന്നത്. നിഗൂഢമായ ഏതോ ശക്തിയുടെ വിലക്കുകൾ. ഇതൊന്നും സഫലമാക്കാൻ പോകുന്നില്ല എന്ന ശാസന. കുട്ടിയുടെ മനസ്സിൽ നിറയെ ധൈര്യമുണ്ട്. എന്തും സങ്കല്പിക്കാൻ മോഹം, സങ്കല്പിക്കാൻ സഹനവുമുണ്ട്. അതൊക്കെ ജീവിതത്തിൽ നേടാൻ കഴിയുമെന്ന വിശ്വാസവുമുണ്ട്. മുതിർന്നു കഴിയുമ്പോഴോ മനുഷ്യൻ പറയുന്നത് മുഴുവൻ അവന് മനസ്സിലായില്ല. എന്നാലും അവൻ്റെ സൂചന നിഗൂഢ ശക്തി. അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി. എന്നിട്ട് കച്ചവടക്കാരൻ്റെ മക്കളുടെ മുൻപിൽ വെച്ച് കാച്ചണം എന്നായിരിക്കും അപ്പോൾ അവൾക്ക് തന്നോട് തോന്നുന്ന മതിപ്പ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. വളരെ പരിമിതമായിക്കൊണ്ട് ശബ്ദം നൽകിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. എഡിറ്റിങ്ങിനെ കുറിച്ചോ വീഡിയോനെ കുറിച്ചോ ഒന്നും അറിയാതെയാണ് ഞാൻ ഈ എല്ലാം ചെയ്യുന്നത്. വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം.